അമ്മേ ജീവനാകും പോയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? കാലത്ത് ഇറങ്ങിപ്പോവും, രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതെ പിന്നെ ആ വർഗീസിന്റെ ചെറുക്കനായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ. അമ്മക്കെന്താ പ്രാന്തായ? കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. അങ്ങനെ കഴിക്കാൻ ഏത് നേരം ടി വിയിലിട്ട് നോക്കിയിരിപ്പാണ്. ചെറുക്കൻ പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി? വന്ന് ക്ഷമ ചോദിക്കണം. കത്താർക്കാണ്? കത്തും കമ്പിയൊന്നുമല്ല. അതെ അവിടെ നിന്നേ. ഇനി നമുക്ക് ആ മേരിയുടെ വീട്ടുകാരായിട്ട് ഒരു ഇടപാടും വേണ്ട കേട്ടാ. നിങ്ങൾക്ക് എന്തിന്റെ കാരണം? കാലത്തൊരു കുഴപ്പമുണ്ടായില്ല. കുഴപ്പം കൂടുതലില്ലാണ്ടിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. കൂടെ ഒരു കോഴി ഇങ്ങോട്ട് വരട്ടെ, കൊന്നു കറി വെക്കും ഞാൻ. അതെ, കോഴിക്കറിയാ ഫ്രൈ എന്തുകൊണ്ടാലും വെക്ക്. ഇപ്പൊ കഴിക്കാൻ വല്ല ഉണ്ടാ? എന്തത്ര കളിക്കാൻ? അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ സത്യം ചെയ്തിട്ട് എല്ലാരും കഴിച്ചാ മതി. എന്നാ കഴിക്കണില്ലെന്ന് സത്യം ചെയ്തേക്കാം. ചോറൊക്കെ പിന്നെ ആദ്യ സത്യപ്രതിജ്ഞ. നീ അവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് വാടാ. നിന്റെ തള്ളയുടെ സത്യപ്രതിജ്ഞ നിനക്ക് പ്രത്യേക ക്ഷണം വേണം. അമ്മ എന്തിനാ ചൂടാണ്? അവൾ അവിടെ ഇരുന്ന് കണ്ടാ പോരെ? പോരാ, ഇതേ കുടുംബം മുഴുവൻ വേണം. എന്നാ മോ മാത്രം ഒഴിഞ്ഞു മാറണ്ട. പിടിക്ക്. ഇന്ന് ഈ സമയം മുതൽ ഏറ്റു ചൊല്ലു മനുഷ്യ. അങ്ങാട് ചൊല്ലിയാ മതി. മേരിയുടെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നതല്ല. ഈ വാക്ക് മാറണമെങ്കിൽ മേരി വന്ന് ക്ഷമ ചോദിക്കണം. പിറ്റേന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഈ അമ്മക്ക് പ്രാന്താണ്. നീ ഒന്ന് പോയേ. ചോറോളമ്പേ ക്ഷമയുണ്ടാക്കാൻ നടക്കണ്. എന്താടി ഒരുമാതിരി വെറുതെ വേല കളയാൻ വേണ്ടി. അയ്യോ, എന്തെങ്കിലും പറ്റിയാടാ? പ്രശ്നമില്ലടാ, ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കറക്കി കുടിച്ചാൽ മതി. ഇന്ന് നീ ഇവിടെ മുട്ടയിട്ടാ മതി. മരിച്ചു പറ്റിക്കാൻ നോക്കണ്ട. മുട്ടയിട്ട് കഴിഞ്ഞ് ഞാൻ അഴിച്ചു കിട്ടോളാം. അതെ, ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യം അറിയാൻ വന്നാണ്. എന്താ അറിയണ്ടേ? അത് എത്ര സെന്റ് സ്ഥലമുണ്ട്? അല്ല, ഇതാരാണ്? എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ചേച്ചി. ഈ പറമ്പ് എത്ര സെന്റാണ്? അത് 4.5 സെന്റ് സ്ഥലം. 4.5 സെന്റാ? അപ്പൊ ഈ വഴി രണ്ടു കൂട്ടർ കൊണ്ടുള്ളാണോ? ഏയ്, ഞങ്ങളുടെ ആധാരത്തില് ഇതവിടം വരെ ഉണ്ട്. അത്രയും വരെ. ഇത് ഞങ്ങളുടെ വഴിയാണ്. ഇത് ആർക്കും വഴിയില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വേലി കെട്ടാം. നീ വിടാനടാ. നിനക്കൊല്ലം അറിയാമോ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ ആ നേരത്ത് കൊലപാതകം നടക്കും. അല്ല, വർഗീസേട്ടൻ പറഞ്ഞതേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കൂടിയുള്ള വഴിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതൊരിക്കലും ശരിയാവില്ല. ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിട്ട് പോയതാണ്. എന്നാ പോട്ടെ. എന്നാ അയൽവക്കത്ത് ചോദിച്ചാലേ ശരിക്കുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. എന്റെ കോഴി, നിന്റെ പറമ്പിയാൻ വിറ്റ് തരാട്ടാ. ഏതാടാ പടം? കാണാൻ പാടില്ലേ?
ഇന്നുവരെ മുട്ടിയിട്ടില്ലാത്ത പോലെ. രണ്ടെണ്ണം പോരാ. ഭാരത സർക്കാർ കുടുംബാസൂത്രണം അവന്മാര് പലതും പറയും. നമ്മൾ ആസൂത്രണത്തിന് മാറ്റൊന്നുമില്ല കേട്ടാ. നല്ലൊരു ഭാവി. ചോറല്ല പറഞ്ഞാലേ കാണാൻ പോവല്ലേ, അല്ലേ കാണാത്ത കഥ കടച്ചേക്കാം. പിന്നെ ഞാനിപ്പോ കിടക്കാം. ലൈലാബീഗത്തിന്റെ അറബി കാപ്പി എന്റെ ഇത് പണിയണെങ്കിൽ എത്ര രൂപ? ഇതിന് പണിയാണോ? ഇത് കൊടുത്ത് വേറൊരെണ്ണം വാങ്ങിക്കാൻ നോക്ക്. ഇരിക്കും നോക്കിയാണ് എന്നെ മുടക്കി. ഞാൻ എന്ത് ചെയ്തട്ടാ? നിങ്ങൾക്ക് ഈ ചെക്കനെ വിറ്റ് കാശ് വാങ്ങിച്ചൂടെ? വല്ലോം പറ. ആ ചെറുക്കനെ വിറ്റാ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ തലേ കയറി ഇറങ്ങും. എന്നിട്ടൊരു കാർ വാങ്ങിക്കും. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തോ. ആ നോക്ക്. നീ എന്ത് ചെയ്യാൻ മാറി വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. സോറി 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 സോറി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. മേരി ചേച്ചി, എന്തു പറ്റി സുജാത ഇത്? തോമസ് രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തിയേച്ചും ചായ കുടിക്കാൻ പോയതാണ്. ആ നേരം റിട്ടോ കയറി ഗിയറിലങ്ങാണ് തട്ടി. ഇതാ കിടക്കണ് ജീപ്പ് മറിഞ്ഞ് കുഴിയില്. ചെറുക്കനും പറ്റിയ? ചെറുക്കനൊന്നും പറ്റിയില്ല, അവന്റെ സിനിമ സ്റ്റൈലിൽ ചാടി. ദൈവത്തിന്റെ കൃപ. കണ്ണി കൊള്ളാനുള്ളത് പിരിയത്തും ഉണ്ടല്ല. ചെറുക്കൻ ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇന്ന് കൊള്ളു. സിന്ധു എന്തേ? സിന്ധുവിനെ വിളിച്ചിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോയേക്കണേണ്, ഇപ്പൊ വരും. ചേച്ചി, ജോർജേട്ടൻ പകുതി വന്നിട്ട് തിരിച്ചു പോയല്ല. ഇങ്ങനെയാണ് ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ. ഓ, നീ നേരത്തെ വന്നിരുന്നെങ്കിൽ തല്ലിക്കറ്റം വേറെ ആളെ വേണ്ടായിരുന്നില്ല. ഒന്ന് ഓടിയണേ. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. ആരാണ്ട് വിളിച്ച ഫോണും കൊണ്ട് ഓടിപ്പോയേക്കണത്. ഇനി വല്ലരും മരിച്ചോ ആവോ. കഞ്ഞി ഇപ്പൊ തറയിൽ കിടന്നേനെ. എന്തേ വീട്ടിൽ അമ്മ ഇപ്പൊ വരും. ഇല്ല, പേടിക്കണം. ആ ജീപ്പ് വരണ്ട, ആരും വരൂല. നീ ഒരു